എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ബജി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കാബേജൊക്കെ നമ്മൾ തോരൻ വെക്കും, ഉപ്പേരി വെക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ബജി വെക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ 1 സവാള അതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല നീളത്തിൽ വേണം കേട്ടോ അരിയാൻ, നമ്മൾ ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം ഷേപ്പ് തന്നെ. ദെൻ നെക്സ്റ്റ് അതിലേക്ക് നമ്മളൊരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ചെറുതാക്കി അരിഞ്ഞത്. നെക്സ്റ്റ് നമ്മളിതിലോട്ട് അല്പം വേപ്പില മുറിച്ചിട്ടിട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക, ഗ്രാം ഫ്ലോർ. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ദെൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഉള്ളിവടയുടെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കണം, ആ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. കുറേ അധികം വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 1 കപ്പ് പൊടിയാണല്ലോ എടുത്തത്, അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു മാവ് പരുവത്തിലാക്കി എടുത്താൽ മതിയാവും. കുറേ വെള്ളം പാടില്ല, എന്നാൽ കുറേ മാവ് അങ്ങനെ ആവാൻ പാടില്ല, ഒരു മിഡിലായിരിക്കണം. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കടലപ്പൊടി കൂടുതൽ ഇട്ടതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പൊടി കൂടുതലാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ ഇത് കുറച്ച് ടൈം മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. അപ്പോൾ പൊരിച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാനിൽ അല്പം എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ല കുഴിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും പൊരിച്ചെടുക്കാൻ ബജികളൊക്കെ. അപ്പോൾ നമ്മളൊരു ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് അല്പം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ ക്യാബേജ് ബജി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമും അല്ല നല്ല ലോ ഫ്ലെയിമിൽ, ഒരു മിഡിൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ 2 സൈഡ് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നമ്മളുടെ ക്യാബേജ് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റി ഒരു കിച്ചൺ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം, ആ എണ്ണയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും അപ്പോൾ നമുക്ക് ഇതേ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിവടയുടെ സെയിം പോലെ തന്നെയാണ് കാണാനും, പക്ഷേ ടേസ്റ്റ് ഒരു ചെറുതായിട്ട് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ദെൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.